ഹലോ, പത്രമാറ്റിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ വലിയ ഒരു ഓഫറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം പുതിയൊരു കമ്പനിക്ക് ഒരു കൊട്ടേഷൻ, മൂർത്തീസ് ജ്വല്ലറിയും അതുപോലെ തന്നെ എൻ ജ്വല്ലറിയും അവിടെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്ക് കിട്ടും? അപ്പം മൂർത്തീസ് ജ്വല്ലറി പങ്കെടുക്കുന്നില്ല എന്നാണ് അനി പൊതുവായിട്ട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഉടനെ ജലജ വിളിച്ച് അബി എടുത്ത് പറയുന്നു. അബി ഉടനെ വിളിച്ച് നാഗേന്ദ്രനെയും അവരെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മൂർത്തീസ് ജ്വല്ലറി പങ്കെടുക്കുന്നില്ല, ആ ഒരു ധാരണയാണ്. അപ്പോൾ അവർക്ക് തന്നെ കിട്ടും എന്ന് ഉറപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ അതിന് പിന്നിൽ അനി മറ്റൊരു ചതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദർശ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മൂർത്തീസ് ജ്വല്ലറി കമ്പനി കാര്യങ്ങളൊന്നും വീട്ടിൽ വെച്ച് പറയരുത്. അപ്പോൾ അതിന് ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് അനി അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശനെ പിന്നീട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാല് തൊട്ട് വന്ദിക്കുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ആദർശിനെയും നയനെയും പോയി കാണുന്നു. ആദർശിൻ്റെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി നേരെ ആ ഒരു കൊട്ടേഷൻ ഇതിനായിട്ട് പോവുകയാണ്, അതിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിക്കാണ് ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി പോവാണ് ഡേവിഡ് വിളിച്ച ഉടനെ നാഗേന്ദ്രനെ അറിയിക്കുന്നുണ്ട് വിവരം. ഈ ഒരു വിവരം കേൾക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് ആകെ ഷോക്കിംഗ് ആയി പോവുകയാണ്. പോയോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവന്തിക ഈ ഒരു വിവരം അറിയുന്നുണ്ട്. അപ്പോൾ അവന്തിക അറിയുകയാണ്, നമുക്ക് ഈ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടില്ല, അത് മൂർത്തീസ് ജ്വല്ലറിക്കാണ്. അപ്പോൾ എൻ ജ്വല്ലറിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നുണ്ട് നാഗേന്ദ്രനും ഡേവിഡിനും ഒക്കെ. അപ്പോൾ അതിന് മേലെ മൂർത്തീസ് ജ്വല്ലറി അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മൂർത്തീസ് ജ്വല്ലറി ഇങ്ങനെ ഒരു ഉയർച്ച. അപ്പോൾ ഈ ഒരു സമയത്ത് അവന്തിക ഷോക്കിംഗ് ആവുന്നു. ഉടനെ അച്ഛനെ കാണാനായിട്ട് പെട്ടെന്ന് വരികയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അനിക്ക് കെട്ടിപ്പിടിച്ച് അത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവരുടെ ആ ഒരു സ്നേഹം പങ്കിടുകയാണ്. കാരണം അനി ആദ്യമായിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം അനി ഒറ്റയ്ക്ക് പോയി ഏറ്റെടുത്തതല്ലേ. പക്ഷേ ആദർശിൻ്റെ സപ്പോർട്ട് കൂടിയുണ്ട്, അത് മുത്തശ്ശനറിയാം. പക്ഷേ മുത്തശ്ശന് പുറമേ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സന്തോഷം അനന്തപുരി തറവാട്ടിൽ. പിന്നീട് നവ്യയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നവ്യയ്ക്കും സന്തോഷമായി. അപ്പോൾ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി എൻ ജ്വല്ലറിയുടെ ശത്രുക്കളുടെ പതനമാണ്, അവർക്ക് ഉള്ള പണി ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നവ്യയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ടി ആ ഒരു ഇടയ്ക്ക് ഒരു ആരും അറിയാതെ ചതി ചെയ്യുന്നുണ്ട് നവ്യ. അപ്പോൾ അതും കൂടിയാണ് അവർക്കൊരു സപ്പോർട്ടായി മാറുന്നത്. അപ്പോൾ നവ്യ മനസ്സിൽ പറഞ്ഞു, ഇനി അവൻ്റെ പതനം. അബി അനിക്ക് മുന്നിൽ തോറ്റിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കമായി, അതിൻ്റെ ഫസ്റ്റ് ഒരു കാൽവയ്പ്പാണ്. ഇനിയിപ്പോൾ ഓരോ പതനങ്ങളും നവ്യ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശൻ ഇനിയിപ്പോൾ നയനയുടെ മുമ്പിൽ മനസ്സ് തുറന്നേ പറ്റൂ. കാരണം നയനയ്ക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നയനയുടെ മുന്നിൽ മനസ്സ് തുറക്കണം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി മോളെ വിഷമിപ്പിക്കരുത്. പിന്നെ അതുമല്ല, ആദർശ് ഇതിന് പിന്നിലുണ്ടെന്ന് മുത്തശ്ശനറിയാം. അപ്പോൾ നയനയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, മോളെ ഒന്ന് കാണണം, അതിനായിട്ട് നമ്മുടെ കുടുംബ ക്ഷേത്രത്തിൽ എത്തണം, പക്ഷേ ആദർശ് ആദർശിനെ കൂട്ടുകയും ചെയ്യരുത്, ഒറ്റയ്ക്ക് മോൾ വരണമെന്ന് മെസ്സേജ് വിടുന്നു. ഈ ഒരു മെസ്സേജ് കണ്ട നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. മുത്തശ്ശനാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നയന ആദർശിനെ അറിയിക്കത്തില്ലായിരിക്കാം. അതൊക്കെ നമുക്ക് വരുന്ന പ്രൊമോയിലും വിശേഷത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ പത്രമാറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു കുഞ്ഞു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. ഓക്കേ.